നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് രാമകൃഷ്ണ മിഷൻ. ഏതാണ് രാമകൃഷ്ണ മിഷൻ? ആത്മീയ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്കും അതിനോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. പഠിച്ചോളനെ, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂര്, കൊൽക്കത്ത. പഠിച്ചോളുക, രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂര്, കൊൽക്കത്തയിലാണ്. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. അതായത് സ്വയം രക്ഷിക്കൂ, ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം എന്താ സുഹൃത്തുക്കളെ? ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാല് സ്വയം രക്ഷിക്കുക, ഒപ്പം ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഓർക്കുക. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ഒന്നുകൂടി പറയാം, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങൾ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങളെ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രശസ്തനായിട്ടുള്ള ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്റെ ഗുരുവിന്റെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടാണ് രാമകൃഷ്ണ മിഷൻ ആര് രൂപീകരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ രൂപീകരിക്കുന്നത്. രാജ്യത്തെ പട്ടിണിയും നിരക്ഷതയും അവസാനിപ്പിക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. പഠിക്കുക, രാജ്യത്തെ പട്ടിണിയും നിരക്ഷതയും അവസാനിപ്പിക്കുകയും സ്വാതന്ത്ര്യവും സമത്വവും സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. ഒന്നുകൂടി പറയാം, ആത്മീയ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897 രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബേലൂർ, കൊൽക്കത്ത. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ചോദിച്ചാൽ ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം രക്ഷിക്കും, അതുപോലെ തന്നെ ലോക ക്ഷേമത്തിനു വേണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങൾ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. രാജ്യത്തെ പട്ടിണിയും നിരക്ഷതയും അവസാനിപ്പിക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. എന്താ സുഹൃത്തുക്കളെ? ശാരദാ മഠം. പഠിക്കുക. അടുത്തതാണ് തൈറോയിഡ് ഗ്രന്ഥി. എന്താണ് തൈറോയിഡ് ഗ്രന്ഥി? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. കണ്ടോ, ചിത്രശലഭത്തിന്റെ ആകൃതിയിലല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്? അപ്പോ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ശ്വസന നാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി. കണ്ടോ, ഇതാണ് നമ്മുടെ ശ്വസന നാളം എന്ന് പറയുന്നത്. ഈ ശ്വസന നാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻ പിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻ പിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻ പിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും കൊണ്ടാണ്. തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും അതുപോലെ സ്ട്രോമൽ കലകളും കൊണ്ടാണ്.
തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിനും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ആണ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ശ്വസന നാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുൻപിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് എന്ന് പറയുന്ന ഭാഗമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും അതുപോലെ സ്ട്രോമൽ കലകളും കൊണ്ടാണ്. ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും കൊണ്ടാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിനും പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് നബാർഡിനെ പറ്റി. എന്തിനെ പറ്റിയാണ്? നബാർഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. PSC ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നബാർഡ് എന്താ സുഹൃത്തുക്കളെ. നബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ദേശീയ ബാങ്കാണ് നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയ്ക്കും അതുപോലെ കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ പൂർണ്ണരൂപം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ പൂർണ്ണരൂപം. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് PSC 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ബാങ്ക് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഉത്തരം നബാർഡാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. തെറ്റിപ്പോവല്ലേ. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. PSCയുടെ ഇഷ്ടപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. നബാർഡ് ബാങ്ക് രൂപീകൃതമായത് 1982 ജൂലൈ മാസം 12. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981. പഠിക്കുക. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 ആണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷനാണ് B. ശിവരാമൻ കമ്മീഷൻ. ഇപ്പോഴങ്ങോട്ട് ഒരു +2 ലെവൽ എക്സാമിന് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളണേ. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? B. ശിവരാമൻ കമ്മീഷൻ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഈ 2 പോയിന്റും PSC സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചായിരുന്നു ഇപ്പോഴങ്ങോട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. നബാർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ B. ശിവരാമൻ കമ്മീഷൻ. ആരാണ്? B. ശിവരാമൻ കമ്മീഷൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ദേശീയ ബാങ്ക് നബാർഡാണ്. നബാർഡിന്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ മാസം 12. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 ആണ്. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ B. ശിവരാമൻ കമ്മീഷൻ. ആരാണ്? B. ശിവരാമൻ കമ്മീഷൻ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. പഠിക്കുക. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം നബാർഡാണ്. ഒന്നുകൂടി പറയാം. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പഠിക്കുക. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചോളണേ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പക്ക ചോദിക്കും. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇന്ദിരാഗാന്ധി അസാസിനേഷൻ എന്ന് പറയുന്നത് നവംബറിലായിരുന്നു, എന്നാൽ നമ്മുടെ നബാർഡ് രൂപീകരിച്ചത് ജൂലൈ മാസത്തിലായിരുന്നു. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് നല്ലൊരു ചോദ്യമാണ്. പഠിക്കുക. നബാർഡിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യൻ കാർഷിക മേഖലയെയും ഇന്ത്യൻ ഗ്രാമീണ
സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങൾ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആ 3 സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് 3 കൂടെ ആരുടെ ചുമതലയിലായി? നബാർഡിന്റെ ചുമതലയ്ക്കുള്ളിലായി. അപ്പോ നബാർഡിന്റെ രൂപീകരണത്തോടു കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങളെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആ 3 സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചറൽ റീഫിനാൻസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത്രയും എന്ത് ചെയ്തു? നമ്മുടെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നബാർഡ് രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യൻ കാർഷിക മേഖലയെയും ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിച്ചിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. നബാർഡിന്റെ രൂപീകരണത്തോടു കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 3 സ്ഥാപനങ്ങളെ നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നബാർഡ് നൽകുന്ന സേവനങ്ങളാണ്. എന്തൊക്കെ സേവനങ്ങളാണ് നബാർഡ് ബാങ്ക് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും റീഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ നബാർഡ് കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. മറക്കല്ലേ, കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും റീഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഫിനാൻസിംഗ് ചെയ്യുന്നതിലൂടെ നബാർഡ് കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. സംസ്ഥാന സഹകരണ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സംസ്ഥാന ഭൂവികസന ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്ക് റീഫിനാൻസിംഗ് നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ആർക്കൊക്കെയാ ഫിനാൻസിംഗ് നൽകാനുള്ള അധികാരം നബാർഡിനുള്ളത്? സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക്, സംസ്ഥാന ഭൂവികസന ബാങ്കുകൾക്ക്, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്ക് റീഫിനാൻസിംഗ് നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട്. സ്റ്റോക്ക് സെക്യൂരിറ്റിക്കും പ്രോമിസറി നോട്ടുകൾക്കുമെതിരെ വായ്പകളും അഡ്വാൻസുകളും നൽകാൻ നബാർഡിന് അധികാരമുണ്ട്. സ്റ്റോക്ക് സെക്യൂരിറ്റിക്കും പ്രോമിസറി നോട്ടുകൾക്കുമെതിരെ വായ്പകളും അഡ്വാൻസുകളും നൽകുവാനും നബാർഡിന് അധികാരമുണ്ട്. പഠിക്കുക. കൂടാതെ സീസൺ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും നബാർഡ് ഹ്രസ്വകാല വായ്പകളും നൽകുന്നു. പഠിക്കുക. സീസൺ കാർഷിക പ്രവർത്തനങ്ങൾക്ക്, അതായത് സീസണിൽ നടത്തുന്ന കൃഷികളുണ്ടല്ലോ സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള സീസൺ കൃഷികൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്നു. അതുപോലെ തന്നെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും നബാർഡിന് ചെറിയ കാലയളവിലേക്ക് വായ്പകൾ നൽകുവാനും കഴിയുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ, അതായത് ജലത്തിന്റെ അടിയിലൂടെയുള്ള മെട്രോ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാല് അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളെ. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി എന്നാ സുഹൃത്തുക്കളെ? 2024 മാർച്ച് മാസം 6 പഠിക്കുക. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയാണ്? 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദി. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിക്ക് കുറുകെയാണ് എന്ന് PSC ചോദിക്കും. ഉത്തരം ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും അതുപോലെ തന്നെ സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം 3 ആണ്. അതായത് ജലത്തിന്റെ അടിയിൽ എത്ര സ്റ്റേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 സ്റ്റേഷൻസ് ഉണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6.
അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയെന്ന് ചോദിച്ചാൽ 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയില് ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം അല്ലെങ്കിൽ ജലത്തിന്റെ അടി സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 3 എണ്ണമാണ് പഠിക്കുക. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? ഒന്നുമില്ല സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യാഴമാണ് കേട്ടോ. ആ ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറക്കരുത്, ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ് പഠിക്കുക. ജൂസ് സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹത്തിന്റെ പൂർണ്ണമായ പേര് രൂപം എന്തെന്ന് ചോദിച്ചാല് ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുയിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനം എന്ന് ചോദിച്ചാൽ ഏരിയൻ 5 റോക്കറ്റ് ആണ് പഠിക്കുക. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനം എന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ്. യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺ എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നുമാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13 ജൂസ് കൃത്രിമോപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം 14 ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് വിക്ഷേപിച്ച എത്രയിലാണ്? 2023 ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3 M4 റോക്കറ്റ്. LMV-3 M4 റോക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ GSLV Mark 3 റോക്കറ്റിന്റെ പേര് മാറ്റിയിരുന്നു എന്നുള്ളത്. അതിന്റെ പുതിയ നാമമാണ് LMV-3 എന്നുള്ളത്. അപ്പോൾ LMV-3 M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അതിഞ്ഞെടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23 2023 ഓഗസ്റ്റ് മാസം 23 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23.
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ, വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എൻ എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്, വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത് പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എന്നും എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്, നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSC ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു, നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ് ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം, ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു, ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തെ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്6 എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്6 എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്6 എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ
14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ് പഠിക്കുക. അടുത്തതാണ് ധാരാതലീയ ഭൂപടങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഈ ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി കാണിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരം ഭൂപടങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, അവിടെയുള്ള വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ കുറിച്ച് വിശദമായി കാണിക്കുവാൻ കഴിയും. തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ അതീവ സുരക്ഷിതമായുള്ള പ്രദേശങ്ങളും ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിക്കാൻ. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ആർമികളുടെ ഏരിയ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ISRO അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെയെല്ലാം ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അതീവ സുരക്ഷാ പ്രദേശങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഒന്നുകൂടി പറയാം, സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി ഇത്തരം ഭൂപടങ്ങളെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെയും അതീവ സുരക്ഷയുള്ള പ്രദേശങ്ങളെയും ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കള്. അടുത്തതായി നമ്മൾ പറയാനുള്ളത് ധാരാതലീയ ഭൂപടങ്ങൾ എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചു വെച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരവുമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രദേശത്തുള്ള ഭൗതികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ധാരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഒരിക്കലും ധാരാതലീയ ഭൂപടത്തിനകത്ത് ഉൾപ്പെടുത്തൂല കേട്ടോ. പക്ഷേ സൈനിക പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് ഒന്നും കൂടി പറയുവാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. സുഹൃത്തുക്കൾ പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഒരു ധാരാതലീയ ഭൂപടത്തിന് ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവയെ വിശകലനം ചെയ്യുവാനും കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങളെ കണ്ടെത്തി പഠിക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നഗരാസൂത്രണത്തിന് നമുക്ക് എന്തുപയോഗിക്കാം, അല്ലെങ്കിൽ നഗരാസൂത്രണത്തിന്റെ പ്രവർത്തനത്തിന് നമുക്ക് എന്തുപയോഗിക്കാം? ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും
കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100-ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT തിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT തിരിപ്പാട്. മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ? രണ്ട് ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു. ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക.
അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ ഭട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.